സുഹൃത്തുക്കളെ, ഈ വരുന്ന നവംബർ 28 ശനി നേർരേഖയിലാകുകയാണ്. നേർരേഖയിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ശനി വക്രത്തിലായിരുന്നു. അതായത് അതിൻ്റെ സ്പീഡ് കൂടി, മീൻസ് റിട്രോഗ്രേഷൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ഗതി മാറി കറങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിൻ്റെ പല ഇതിനകത്ത് നമ്മൾ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെന്നൊരു വേണമെന്നൊരു പിക്ചർ കൊടുത്തേക്കാം. അപ്പം ഈ ഒരു റിട്രോഗ്രേഷനിൽ നിന്ന് മാറി നമ്മൾ നോർമലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നോർമൽ സിറ്റുവേഷനിലോട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ബർത്ത് നല്ലതായിട്ടിരുന്ന പല ആൾക്കാർക്കും ചില മോശമായിട്ടിരുന്ന, അതായത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾക്ക് പകരം ദോഷമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പലർക്കും നമുക്കത് മാറി നല്ലതായിട്ടുള്ള ഐശ്വര്യം നിറഞ്ഞായിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് മുഖവുരയായിട്ട് പറയുന്നതാണേലും ഈ പറയുന്ന നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഓരോ രാശി തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് അതുകൊണ്ട് കാരണം അത് ജനറലായിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. സപ്പോസ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും നമുക്ക് നല്ലതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നടക്കേണ്ടത് അത് നെഗറ്റീവായിട്ട് വരിക, അല്ലെങ്കിൽ ജോലി കിട്ടേണ്ടടുത്ത് ജോലി കിട്ടാതിരിക്കുക. അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരാനുള്ളത്, അല്ലെ കല്യാണം, വീട്ടിലുള്ള നടക്കേണ്ടതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, അപ്പോൾ അതൊക്കെ നടക്കാതിരിക്കുന്ന ഉള്ള സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറി അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വരുന്നതാണ് ഈ ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പം ഇതിനകത്ത് പറയാത്ത ചില ആൾക്കാർക്ക് ചിലപ്പം നേരത്തെ നല്ലതായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഇച്ചിരി മോശമായി വന്നെന്നിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ അപ്പോൾ ഇതിനകത്ത് ഈ ശനി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ 13 ജൂലൈ മുതൽ ഈ നവംബർ 28 വരെ വക്രത്തിലായിരുന്നു. അപ്പോൾ ഈ വക്രത്തിൽ നിന്ന് മാറി ഇനിയിപ്പം 28 കഴിഞ്ഞിട്ട് നോർമലായിട്ട് വരിക. അതായത് മീനൻ രാശിയിൽ നിന്നും അത് മേടൻ രാശിയിലോട്ട് മാറുകയാണെന്നാണ് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മീനത്തിലെന്ന് പറഞ്ഞാൽ അത് വക്രത്തിൽ പോയി മീനത്തിലോട്ട് പോയി പിന്നെ അത് തിരിച്ച് ഏരീസ് എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിലോട്ട് മാറി വരുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സാറ്റേൺ എക്സോൾട്ടഡ്, അതായത് ഓവർ സ്പീഡായിട്ട് ഗതി മാറി കറങ്ങുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 1ഉം 8ഉം ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്കപ്പം. 1, 8 ടോട്ടൽ 12 രാശികളാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1ലും 8ലും ഒക്കെ ശനി വരുന്നത് പൊതുവെ അത്ര ഫേവറബിൾ അല്ല, അത് പോസിറ്റീവ് അല്ല. പിന്നെ നമ്മൾ മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ ശനിദശയെ കൂടെ 7 ശനി അങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്നത്, അല്ലെ കണ്ട ശനി, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പാസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ചെറിയ ഗുണത്തിന് കാര്യങ്ങൾക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നെന്നിരിക്കാം. നമ്മൾ ഇത് പൊതുവേ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാലും അതേമാതിരി നമുക്ക് ഈ പറയുന്ന 4, 12 എന്നുള്ള പൊസിഷനും ശനിക്ക് അത്ര ഫേവറബിൾ അല്ല. ഇത് മിക്സായിട്ടുള്ള ഫലങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഈ രാശി ഏതൊക്കെ ഗ്രഹങ്ങളെ ഈ ശനിയുടെ ശത്രുക്കളെ, അപ്പോൾ ഈ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളെ നമ്മുടെ ബർത്ത് ചാർട്ടിൽ ശനിയുടെ കൂടെ വന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ശനി നമുക്ക് അൺഫേവറബിളായിട്ട് മാറും. ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ്, ആയുർകാരകനാണ്. നമുക്ക് ആയുസ്സും കർമ്മവും, അതായത് തൊഴിലും കരിയർ ജോബുമായിട്ട് ബന്ധപ്പെട്ടതും നമുക്ക് ഇങ്ങനെയുള്ള പല ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങളും ചിലർക്ക് മോശമായിട്ടുള്ള ഗുണങ്ങളും കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനി. നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്നാണ് പറയുന്നത്. ശനി നമുക്ക് കാര്യങ്ങളെ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചേ തരത്തുള്ളൂ, പക്ഷെ ഇറ്റ് നെവർ ഡിലേ, തരാതിരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില താമസിച്ചാണെങ്കിലും തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പം ശുക്രനും കാര്യങ്ങളൊക്കെ സമ്പത്ത് തരുമ്പം ഒരുപാട് വാരിക്കോരി തന്നിട്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ അല്ലെന്നിരിയിൽ വേറെ ഗ്രഹങ്ങളായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇപ്പോൾ സപ്പോസ് വ്യാഴം മാറി വ്യാഴദശ അല്ലെന്ന രീതിയിൽ പറഞ്ഞ മാതിരി ശുക്രദശയായിരുന്നു ഒരാൾ, ശുക്രദശ മാറി അടുത്ത ശനിദശയായിട്ടൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലോസസ്, ഫൈനാൻഷ്യൽ ലോസ് അല്ലെന്ന ഈ ശുക്രമായിട്ട് ബന്ധപ്പെട്ട അനുഭവിച്ചുകൊണ്ടിരുന്ന പല നല്ല ഗുണങ്ങളും ഈ ചിലപ്പോൾ മാറിപ്പോകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഈ ശനിയുടെ ആയിട്ടുള്ള ദശ വരുമ്പോൾ പലർക്കും വരാറുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ദശാസന്ധി എന്ന് പറയുന്നതൊക്കെ ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ശത്രുഗ്രഹങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരുടെ ശനിയുടെ ശത്രു എന്ന സൂര്യന്
അതേമാതിരി ചന്ദ്രനും സൂര്യനും, അതുപോലെ ചൊവ്വയും ഈ ശനിയുടെ ശത്രുവാണ്. പിന്നെ ഈ രാഹു, കേതു, അപ്പം 5 ഗ്രഹങ്ങൾ ശനിയുടെ ശത്രുവാണ്. അപ്പം ഇത് ശനിയുടെ കൂടെ നേരിട്ട് വന്നു ഇരുന്ന് കഴിഞ്ഞാൽ 100% അതിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ ശനിക്ക് കിട്ടുമ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാം. അതേമാതിരി 1592610 3711 4812 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ ഇപ്പം ഈ ഒരു ഗ്രഹങ്ങൾ വന്ന് കണക്റ്റ് ആവുകയാണെന്നൊരിൽ ഒരു 75% അപ്പം അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ശനിക്ക് വന്ന് അപ്പം ശനിയുടെ ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള നല്ല ഗുണങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള വേറൊരു രീതിയിലുള്ള ഒക്കെ ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പല റെമഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെമഡി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് വരി പോയി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ രാശിക്കാർക്കാണ് നല്ലതായിട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇടവൻ രാശി എന്ന് പറയുമ്പോഴത്തേന് ഈ ഇടവൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പം ഈ ഇടവൻ രാശിയിലെ ഇത് നമ്മുടെ നാളുകളെന്ന് പറഞ്ഞാൽ കാർത്തിക, ഒടുവിലത്തെ ഒരു കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരം പകുതി. അപ്പം ഇത്രയും നാളുകളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർത്തികയെ ഭരിക്കുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ രോഹിണിയാണെന്ന് ഭരിക്കുന്നത് ചന്ദ്രനാണ്, ബുധകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ മകയിരത്തെ ആണെന്നൊരു ചൊവ്വാണ് ഭരിക്കുന്നത്, ഒരു കർമ്മയിൽപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളെ സബ് ലോഡ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള മാറി വരുന്നതിനനുസരിച്ച് ഇവർക്ക് സ്വഭാവങ്ങൾക്കും രീതികൾക്കും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമെന്നുള്ള ബേസിക്കായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം അവരുടെ കർമ്മങ്ങൾ ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യുന്നത്, അവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളുടെയും ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് പലർക്കും നല്ലതാണ്. അപ്പം ഇവർക്കിപ്പോൾ നോക്കുമ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് നേരത്തെ ഇവരുടെ വീട്ടിൽ നിലനിന്നതായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകുന്നുണ്ട്. അത് ചിലപ്പം ഹസ്ബൻഡും വൈഫും അത്ര അനുകൂലമായിട്ടല്ലാത്ത ഒരു ഇച്ചിരി ഇണങ്ങിച്ചേർന്ന് കഴിയാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉള്ളതും അങ്ങനെയുള്ള എല്ലാം മാറി പൊതുവെ ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ വീട് മൂടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ വീട് വെക്കേണ്ടവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേമാതിരി റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള വരാനും, അതേമാതിരി പുതിയ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള താല്പര്യങ്ങളുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നത്. കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഒക്കെ ഉണ്ടാകാൻ, കന്നുകാലികളെ വളർത്തുന്ന അങ്ങനെയൊക്കെ ഉള്ളത് മിൽമ ഒക്കെ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ പ്രത്യേകിച്ച് ദമ്പതികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അവരുടെ ആയിട്ടുള്ള ഈ ഒരു അകന്ന് നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് അനുകൂലമായിട്ടുള്ള നല്ല വീടിൻ്റെ ഒരു ചുറ്റുപാടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടെ വരാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ജോലി ഇല്ലാതിരുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സപ്പോസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ഒരു പരിഹാരമാകും. അതുപോലെ ലോൺ അടച്ചു തീർക്കാൻ പറ്റാത്ത ക്രെഡിറ്റ് കാർഡൊക്കെ ബ്ലോക്കായിരുന്ന ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് ഒക്കെ അടയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ, പൈസ അതിനുള്ള വന്നു ചേരാനുള്ള ഒരു സാഹചര്യങ്ങൾ, അതുപോലെ പുതിയ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ അതേമാതിരി ജീവിതത്തിൽ അനുഭവിച്ചിരുന്നോണ്ട് പല രീതിയിലുള്ള ഓബ്സ്റ്റക്കിൾസിന് അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരവും, പിന്നെ പുതിയ ജോലി നോക്കുന്നവർക്ക് അത് കിട്ടാനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും വന്നു ചേരും. അതേമാതിരി നല്ല രീതിയിലുള്ള എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലായിട്ടുള്ള ആൾക്കാർക്കെല്ലാം അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായിട്ട് ഒരു വിടുതലുണ്ടാകാനുള്ള ഒരു സാധ്യത, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അനുകൂല സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അസുഖങ്ങളൊക്കെ വന്ന് കൂടുതലായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും
അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള പല പ്രശ്നങ്ങൾക്ക് ഇന്നൊരു പരിഹാരം ഉണ്ടാകാനും ചില ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന അടി ഉണ്ടാകാൻ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെന്നൊരു ചില ആൾക്കാർ ഡിപ്രഷൻ മാതിരിയുള്ള പ്രശ്നങ്ങൾ, അല്ലെന്നൊരു സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആൾക്കാർക്കെല്ലാം അതിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഈ ശനിയുടെ ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോചനമേ, അങ്ങനെയുള്ള അല്ലെന്നൊരു പല രീതിയിലുള്ള ട്രബിൾസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രബിളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന അല്ലെന്നൊരു ചിലർ പറയും നമ്മുടെ ആയിട്ടുള്ള സമയത്തിൻ്റെ ദോഷമാണ് അതാ, അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരു വിടുതൽ വന്ന് ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം പൊതുവെ പോസിറ്റീവായിട്ട് മാറാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഈ മേടൻ രാശിക്കാരൊക്കെ പറ്റി സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുന്നുണ്ടെന്ന് വരി നമുക്ക് അതിനകത്ത് ശനിയുടെ ആയിട്ടുള്ള ഫുള്ള് നമ്മൾ റെമഡിയായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ റെമഡി പോയിട്ട് ചെയ്യുക, ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാവുന്നത്. അതായത് അന്തർക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ തേൻ വെച്ചിട്ടുള്ള ഒരു കർമ്മമുണ്ട്, ശർക്കര വെച്ചിട്ടുള്ള ഓടക്കുഴലിനകത്ത ഒരു കർമ്മമുണ്ട്. അപ്പോൾ അത് ലാൽക്കിതാബിൻ്റെ ഒരു റെമഡിയാണ്. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള അതിനകത്തുണ്ട് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള. അതുപോലെ ഈ പറഞ്ഞ മാതിരി 10 അന്തർക്ക് ഒരു ലൈനിലിട്ട് സാത്വിക് ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് റെമഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനായിട്ട് അന്തർക്ക്, അതുപോലെ മുടന്തർക്ക് കാല് നടക്കാൻ പറ്റാത്തതായിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക. അതുപോലെ മുടന്തർക്കും അന്തർക്കും കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ആഹാരം കൊടുക്കുക. എള്ള് ദാനം ചെയ്യുക, എള്ളുണ്ടയൊക്കെ ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഉഴുന്നുവട ദാനം ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, ഒരു റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക്. അതുപോലെ കറുത്ത വസ്ത്രം, നീല വസ്ത്രമൊക്കെ കറുത്ത വസ്ത്രം ദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇവർക്കൊരു പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പൊതുവെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഹാഫ് ആൻ അവർ ഉണ്ട്. നമുക്ക് ഈ പറയുന്ന 9 ഗ്രഹങ്ങളെയും പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങൾ അതിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ഷോർട്ടായിട്ടാണ് വിടുന്നത്. നിങ്ങളുടെ ഒരു അറിയാൻ വേണ്ടി, ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഒരു ഇടുന്നുണ്ട്. കാരണം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ബൃഹനാഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഗ്രഹങ്ങൾ, ഏതൊക്കെ ഗ്രഹങ്ങൾ കണക്ടിവിറ്റി വരുന്നു എന്നൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് ഇട്ടേക്കാം. കാരണം ആ ഒരു ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് വരാനും അങ്ങനെയുള്ള ഒക്കെ സാഹചര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനകത്ത് ഞാൻ ഈ 1, 8 ഒക്കെ മോശമാണെന്ന് പറഞ്ഞു ശനി. അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഐഡിയ കാണത്തില്ല. അതുപോലെ ശനി, രാഹു, കേതു, അല്ലത് ഈ പറഞ്ഞ മാതിരി ചന്ദ്രന്, സൂര്യന്, അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ 1592610. അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ശനി നെഗറ്റീവായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശനിയുടെ ആയിട്ടുള്ള ദശ വരുന്ന സമയത്ത് ഈ ശനി നെഗറ്റീവായി പോകും. അല്ലാത്ത ചില ആൾക്കാർക്ക് ശനി ദശ അധികം കുഴപ്പം വരാത്തതിൻ്റെ റീസൺ ഇതാണ്. അപ്പോൾ അത് ബൃഹനാഡിയുടെ ഒരു ചാർട്ട് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം, നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യാനോ എടുക്കാനോ ഉള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്ന് വരില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എപ്പോഴായാലും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാർട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളതൊരു ആമുഖമായിട്ട്. അപ്പം നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ചില ആൾക്കാരെ കാണുന്നൊരു കല്യാണം കഴിക്കാനും എടുക്കാനും ഒന്നും പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ശനിയുടേത് എന്താണ് കാരണം? ഈ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാരകന്, ആയുർകാരകന്, അങ്ങനെ ശനി എന്ന് പറഞ്ഞാൽ നെവർ ഡിലേ എന്ന് പറയുന്നത്. താമസിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും, നമുക്ക് തരാതിരിക്കത്തില്ല. പക്ഷേ ആ ശനിയുടേതായിട്ടുള്ള നമ്മുടെ ബർത്തിയായിട്ടുള്ള ഏതൊക്കെ പ്ലാനറ്ററി പൊസിഷൻ പോസിറ്റീവാണ് നെഗറ്റീവാണെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷന് നിങ്ങൾ കേൾക്കാം. അപ്പം അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. ഇതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ, ബൃഹനാഡി, നക്ഷത്രനാഡി, വേദിക് അസ്ട്രോളജി, അല്ലെങ്കിൽ ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ ഇങ്ങനെയൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ
ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഗതിയോ പിന്നെ നമ്മുടെ കോഴ്സുകളുണ്ട്, പല കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിനകത്തൊക്കെ ചേരാനും പഠിക്കാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനെ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നും മനസ്സിലാക്കുക, ഇന്ത്യയിൽ മാത്രം ഇന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ അസ്ട്രോളജേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. പിന്നെ ഇതൊരു മൾട്ടി ബില്യൺ ഇൻഡസ്ട്രിയാണ്. ഇന്ന് തന്നെ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് ഈ ഒരു ഒക്കൽട്ട് എന്ന് പറയുന്നത്. അതൊരു $20 ബില്യൺ ആയിട്ട് 2030 ആകുമ്പോഴത്തേന് മാറും. ബാക്കിയുള്ള ഒരു പല ഫീൽഡിലും വർക്കും കാര്യങ്ങളും കുറഞ്ഞെടുത്തിട്ടൊക്കെ വരുവാണെന്നുള്ളതും മനസ്സിലാക്കുക. പക്ഷേ ഈ ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്കാണെന്നൊരു വീട്ടിൽ വരുന്നതിന് 50,000 to വാട്ടവർ 75,000 100,000 വാട്ടവർ ആ ഒരു ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരും. നല്ല രീതിയിലുള്ള പ്രഡിക്ഷൻ അറിയുന്ന ആൾക്കാർക്ക് അത് അങ്ങനെയൊക്കെ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇത് പഠിക്കാനും എടുക്കാനുള്ള താല്പര്യമൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്, ലൈവ് കോഴ്സാണ്. നമ്മുടെ ലിങ്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.